നമസ്കാരം. SBS ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ശരത് കുമാർ. പ്രശസ്ത കവിയും സാഹിത്യകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ ഫിലിപ്പോസ് തത്തമ്പള്ളിയുടെ മാതാവ് നിര്യാതയായി. പ്രശസ്ത കവിയും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ ഫിലിപ്പോസ് തത്തമ്പള്ളിയുടെ മാതാവ് എൽസമ്മ മൈക്കൽ 80 വയസ്സായിരുന്നു. ആലപ്പുഴ തത്തമ്പള്ളി വെളിമ്പറമ്പിൽ വീട്ടിൽ പരേതനായ മൈക്കിളിൻ്റെ ഭാര്യയാണ്. മക്കൾ ജെസി, ഫിലിപ്പോസ് തത്തമ്പള്ളി, മിനി, ജോജി. മരുമക്കൾ സിബി, റാണി, ജോഷി, സോണിയ എന്നിവരാണ്. സംസ്കാരം ജനുവരി 8 ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ആലപ്പുഴ തത്തമ്പള്ളി സെൻറ്റ് മൈക്കിൾസ് പള്ളി സെമിത്തേരിയിൽ നടന്നു. സംസ്കാര ചടങ്ങിൽ ശാന്തിഭവൻ മാനേജിംഗ് ട്രസ്റ്റി ബ്രദർ മാത്യു ആൽബിൻ ആദരാഞ്ജലികൾ അറിയിച്ചു. ഒപ്പം ശാന്തിഭവൻ ട്രസ്റ്റ് അംഗങ്ങളായ ശ്രീ ബിനോയ് തങ്കച്ചൻ, ജോർജ് പരുത്തിയിലും ജീവനക്കാരനായ ഷാജി എബ്രഹാം, മാനേജർ ഷമീർ എന്നിവരും പങ്കെടുത്തു. ത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈ ആത്മാവിന്റെ മേലും കരുണയുണ്ടാകണമേ. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവനെയും ഈ ആത്മാവിന്റെ മേലും കരുണയുണ്ടാകണമേ. മരണത്തിന്റെയും നാഥനും പിതാപുത്രൻ വിശുദ്ധാത്മാവുമായ ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. എന്തായിരുന്നോ ലക്ഷ്യം, അത് പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഈ അമ്മയുടെ മരണം സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ഒരു സമയമായിട്ട് നാം കരുതണം. ഏത് ജീവിതവും അതിന് ലക്ഷ്യത്തിലെത്തിച്ചേരുമ്പോഴാണ് അർത്ഥപൂർണമാകുന്നത്. ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം എന്താണോ ദൈവം ഏൽപ്പിച്ചത് അത് സന്തോഷത്തോടുകൂടി ഏറ്റെടുത്ത് ചെയ്തു തീർത്ത് സന്തോഷത്തോടുകൂടി പോകുന്നു എന്നുള്ളത് കൊണ്ട് ഈ പ്രിയപ്പെട്ട മക്കളും കൊച്ചുമക്കളും ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ അമ്മ നിങ്ങളെ എത്രത്തോളം സ്നേഹിച്ചു എന്ന് നിങ്ങൾ വീണ്ടും തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ. ഈ അമ്മ ഇല്ലാത്തൊരവസ്ഥയിൽ ഒരുപക്ഷെ നിങ്ങളത് തിരിച്ചറിയും. അതോടൊപ്പം തന്നെ ഈ ഒരു കുടുംബത്തിന് ഇത്തരത്തിൽ നല്ല പാരമ്പര്യങ്ങൾ പകർന്നു നൽകുന്ന ഒരു രീതി കൂടിയുണ്ട്. അതെല്ലാം തുടർന്നും അനേകം പേർക്ക് നന്മയായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അമ്മയുടെ വേർപാടിൽ ഇനി നിങ്ങൾ ദുഃഖിക്കേണ്ട. പിന്നെയോ ദൈവത്തിന് നന്ദി പറയുക. കാരണം ദൈവത്തിന് ഇപ്പോഴൊക്കെ നന്ദി പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമുക്ക് നന്ദി പറയാനാവുക? ഈ അമ്മയുടെ വേർപാടിൽ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ, ഈ അമ്മയുടെ നല്ല ജീവിതത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടർന്നുള്ള ഈ കർമ്മങ്ങളിൽ പങ്കെടുക്കാം. നമ്മുടെ ഇടവകയുടെ പേരിൽ പ്രത്യേകമായും ഈ അമ്മയോടുള്ള ആദരവ് പ്രകടമാക്കുന്നു. ഈ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. Welcome to
ജീവനവർക്കേകും പ്രിയരേ കരയുന്നഭിലേശൻ പുനരുദ്ധാനം നൽകാൻ വരുമല്ലോ. കീർത്തനമെന്നും ഞങ്ങളടയ്ക്കുന്നു. കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. ജീവിതകാലത്ത് സത്കൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ചയാണ് ദൈവം നീതിമാന്മാരുടെ സമരം വരുവിൻ വരുവിൻ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും എന്നെ തലകില ഞാൻ പരിശുദ്ധാത്മാവിനെ സ്തുതി. സകലത്തിന്റെ നാഥായുധം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടെ അവസാന ദിവസം തന്റെ വലതു ഭാഗം നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുലാംസകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസത്യങ്ങൾ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഹൃദയത്തിൽ ചുമക്കുന്നപ്പം കരുണയോടെ നിന്നെ നയിക്കുന്നു. ഈശോ മിശിഹാ ഞങ്ങളിതാ നിന്നെ നയിച്ച് പുകഴ്ത്തുന്നു. നിത്യനമർത്യൻ പരിശുദ്ധൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. കേട്ടു നടന്നിടുവിൻ പുനരുദ്ധാനം വരുമല്ലോ മരണമുറക്കം ജീവനും ഈശോ മിശിഹാ ഞങ്ങളിതാ നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തെ സഹകരിച്ച് ഈ ആളെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.